എത്ര സ്നേഹം നിറഞ്ഞ ജനാധിപത്യ മതേതര വിശ്വാസികളെ, ഞാൻ ഖാലിദ് മഞ്ചേരി. ഒരു ആഴ്ചയായി ഇപ്പം നമ്മൾ 4 ദിവസം തുടർച്ചയായി ഇന്ത്യന്റെ പാർലമെന്റിൽ ഇരിക്കുന്ന കേരളത്തിൽ നിന്ന് വിജയിച്ചു പോയ ഒരു 8 MP-മാർക്ക് അടുത്ത പ്രാവശ്യം കേരളത്തില് ഭരണം കിട്ടുന്നു, അതിൽ മന്ത്രിയാകണം എന്നൊക്കെ കരുതി അവര് രാജിവെച്ച് MP സ്ഥാനം രാജിവെച്ച് MLA സീറ്റിക്ക് മത്സരിക്കാൻ തയ്യാറാണ്. കേരളത്തിൽ അത്ര പൊട്ടന്മാരായ ജനങ്ങളല്ല എന്നുള്ളതാണ് നമ്മളൊക്കെ മനസ്സിലാകുന്നത്. ഈ ജനം ഒന്ന് തിരിച്ചറിയാം. ഓർക്ക് കേന്ദ്രം കിട്ടും പറയുമ്പോൾ കേന്ദ്രത്തിന് മന്ത്രിയാകാൻ പോവാം. അവിടെ ഇനി അടുത്ത കാലത്തൊന്നും മന്ത്രിയാകാൻ പറ്റൂല തോന്നുമ്പോൾ ഇവിടെ രാജിച്ച് ഇവിടെ എങ്ങനെയെങ്കിലും കയറി പറ്റാൻ പറ്റുമോ നോക്കുക. ഇതൊക്കെ തന്നെയാണ് കുഞ്ഞാലിക്കുട്ടിമാരും പണ്ട് ചെയ്തത്. തലച്ചോറില്ലാത്ത ഈ വർഗത്തിനോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, കേരളത്തിലെ ജനങ്ങള് അത്ര വിഡ്ഢികളല്ല. ഒന്ന്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, KFCന് ഇപ്പോഴാണ് MSF വർഗീയത വളർത്തുന്നുണ്ടെന്ന് മനസ്സിലാണ്. അവരെ രാഷ്ട്രീയ നേട്ടത്തിനും വേണ്ടി അവരാരുടെ വിടുവേലപ്പണി ചെയ്യാൻ അവർക്ക് യാതൊരു മടിയില്ല. അവർക്ക് അവിടെ രാഷ്ട്രീയം എന്താ വെച്ചാല് അവർക്ക് നിലനിൽക്കണം. അതിനുവേണ്ടി എന്ത് വിഡ്ഢിത്തരം ചെയ്യാനും RSSനൊപ്പം നിൽക്കാനും സംഘപരിവാറിന്റെ കൂടെ നിൽക്കാനും ഒരു മടിയില്ലാത്ത വലിയ നേതാക്കൾ അനുയായികളാണ് MSFലുള്ളത്. MSFും യൂത്ത് ലീഗും മൂത്ത ലീഗും ഒക്കെ എന്താണെന്നുള്ളത് ബേപ്പൂരും വടകരയൊക്കെ നമ്മൾ കണ്ടതാണ്. ഇനിയും അത് ആവർത്തിക്കാൻ അവർക്കൊരു മടിയുണ്ടാവില്ല. കാരണം അവർക്ക് അവരെ സീറ്റ് കുറയാൻ പാടില്ല. അവർക്ക് എന്ത് വിടുവലപ്പണി ചെയ്താലും പാടില്ല. സംഘപരിവാറിനെ RSSനെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിക്ക് മുന്നോട്ട് പോകുന്നവരാണ്. പക്ഷേ KFCക്കാരോട് പറയാനുള്ളത്, വർഗീയത പരത്തുന്ന ഈ MSFനെ കൂട്ടി ഓർക്ക് പോപ്പുലർ ഫണ്ട് പറ്റും, ജമാഅത്ത് പറ്റും, ഒക്കെ പറ്റും. അവർക്ക് അവരെ സീറ്റ് നിലനിർത്തുക എന്നുള്ള ലക്ഷ്യമാണ്. പക്ഷെ ഒരു കാര്യത്തിൽ ഞങ്ങൾ നിങ്ങളോട് പറയാണ്, നിങ്ങൾ ഇപ്പോ ഇതിന്റെ അമറടി ഇട്ടില്ലെങ്കിൽ ഇതിന് ഇനി വലിയ വില കൊടുക്കേണ്ടത്. ഇത് തന്നെയാണ് സംഘപരിവാറും RSSും ആഗ്രഹിക്കണോ. അത് തന്നെയാണ് മുസ്ലിം ഏകീകരണം. അത് മുസ്ലിം ലീഗ് കണ്ടില്ല ഞങ്ങൾ ഓരോ ഒന്നിക്കണ്, അതുപോലെ ഹിന്ദുക്കൾ ഒന്നിക്കണം. 80ഉം 20ഉം ആണ് ഇന്ത്യയിൽ എന്നുള്ള ഒരു ബോധം, ഈ ഒരൊറ്റ വിചാരം ഇവർക്ക് രണ്ടുകൂട്ടർക്കുമില്ല. കാരണം നമ്മൾ ചിന്തിക്കണ്ട, കോൺഗ്രസ് നഷ്ടപ്പെടാനൊന്നുമില്ല, അവർക്ക് എങ്ങനെ കിട്ടിയാൽ ലാഭം. ഇവിടെയും സുഖം, BJP പോയാലും സുഖം, BJP പോകാതെ നിന്നാലും കോൺഗ്രസ് നിന്നാലും BJPന്റെ ഫണ്ടും കിട്ടും, സഹായം കിട്ടും, ഓരോ ആൾക്കാർ ജീവിച്ചു പോവാ. ഒരമ്മയും 2 മക്കളും മാത്രമാണ് ആത്മാർത്ഥമായി ഇന്ത്യ രാജ്യത്തില് കോൺഗ്രസിനെ കരകയറ്റണമെന്ന് ആഗ്രഹിക്കുന്നവരുള്ളൂ. മറ്റുള്ളവരൊക്കെ നിലനിൽപ്പ് രാഷ്ട്രീയം അവനാന്റെ മക്കളെയും കുടുംബം പോറ്റാൻ വേണ്ടി മാത്രമാണെന്ന് ഈ അവസരം നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു മനസ്സിലായി വരുന്നത്, നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ വർഗീയതയ്ക്കുള്ള പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതുപോലെ തന്നെ CPMഉം CPIയും അതുപോലെ തന്നെ നമ്മളെ SFIയും DYFI ഒക്കെ രാപ്പകലില്ലാതെ കഷ്ടപ്പെടുമ്പോൾ മതേതരത്വം ഉയർത്തിപ്പിടിക്കാൻ ഞാനും നിങ്ങൾ തയ്യാറാകുക. വർഗീയത പറഞ്ഞു വരുന്നവരെ ആരാണെങ്കിലും അകച്ചു നിർത്താൻ നമ്മൾ തയ്യാറാകണം എന്ന് മാത്രം പറഞ്ഞു നിർത്തുന്നു. ജയ് ഹിന്ദ്.